എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യാത്രാ സംബന്ധമായ രണ്ടാമത്തെ ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ അവതരിപ്പിച്ചിരുന്നത് നിങ്ങളെല്ലാം കേട്ട് കാണും, ആസ്വദിച്ച് കാണും. അത് US വിസ കിട്ടിയ കാര്യം, US ചെന്നപ്പോഴത്തെ കാര്യങ്ങളൊക്കെയാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ഇത് US രണ്ടാമത് പോയപ്പോഴത്തെ ഒരനുഭവമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും US ന്യൂജേഴ്സിയിലേക്ക് പോയ ഒരു ട്രാവൽ ബ്ലോഗർ, ഒരു വനിതയാണ്. അവർക്ക് അവിടെ ഉണ്ടായ ചില അനുഭവങ്ങളൊക്കെ യൂട്യൂബിൽ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. അത് കൗണ്ടർ ചെയ്തുകൊണ്ട് അവിടുത്തെ ന്യൂജേഴ്സിയിലെ മലയാളി കുടുംബവും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചർച്ചാ വിഷയമായിക്കൊണ്ട് കേരളത്തിലെയും യൂട്യൂബേഴ്സ് കൗണ്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഒരു ടോപ്പിക് അതുമല്ല. അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ പല രീതിയിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വന്തമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു പ്രധാന ഉദാഹരണം ആണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾ അമേരിക്കയിൽ ഞങ്ങൾ തന്നെ രണ്ടുപേരും തന്നെ പോയപ്പോൾ ഉണ്ടായ പല അനുഭവങ്ങളും. എന്നാലും അത്ര വലിയ പ്രതിസന്ധികളൊന്നും ഞങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വന്നിട്ടില്ല. 2016 US വിസ കിട്ടിയപ്പോൾ ഞങ്ങളൊരു ട്രാവൽ ഗ്രൂപ്പിൻ്റെ കൂടെ 50 പേരുള്ള ട്രാവൽ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് USA പോയത്. അപ്പോൾ അതിന് ഒരു പ്രത്യേകതയുണ്ട്. ഗ്രൂപ്പ് ആകുമ്പോൾ ഗ്രൂപ്പിൻ്റെ ഒരു ടൂർ ഓപ്പറേറ്ററാണ്. ഞങ്ങൾക്ക് അമേരിക്കയിൽ ഞങ്ങൾക്കൊരു ട്രാവൽ ഗ്രൂപ്പുമായിട്ട് ടൈപ്പാണ്, അല്ലാതെ ഞങ്ങൾക്ക് അമേരിക്കയിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇമിഗ്രേഷൻ്റെ സമയത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാൻ ട്രാവൽ ഏജൻറ്റ് നമ്മുടെ കൂടെ ഉണ്ട്. ഒരു അച്ഛൻ്റെ ഫോട്ടോ മിസ്മാച്ച് വന്നായിരുന്നു ഇമിഗ്രേഷൻ്റെ സമയത്ത്. അച്ഛനെ അവിടെ പിടിച്ചു നിർത്തിയൊക്കെ ചെയ്തു. എന്നിരുന്നാലും അതിനൊക്കെ പരിഹാരം കണ്ടെത്തി. എന്തോ അപ്ലോഡ് ചെയ്തതിൻ്റെ അകത്ത് വന്ന മിസ്റ്റേക്കാണ്. അതിൻ്റെ പേരിലാണ് അച്ഛനെ അവിടെ പിടിച്ചു നിർത്തിയത്. അപ്പോൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് 10 ദിവസത്തെ ടൂർ, അതെല്ലാം ഞങ്ങൾക്കൊന്നും അറിയേണ്ട കാര്യമില്ല, ടെൻഷനില്ല. പക്ഷെ തന്നെ പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനത്തെ രണ്ടാമത്തെ യാത്ര 2023 US പോയത്. അപ്പോൾ വളരെ മുമ്പ് തന്നെ ഇനി പോകുമ്പോൾ ഒരു 1-2 മാസം സ്റ്റേ ചെയ്യണമെന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ 2023 പോകാനുള്ള സമയമായി. ഞങ്ങൾ അവിടുത്തെ ഞങ്ങളുടെ സുഹൃത്തിനെ വിളിച്ചു. അവർ ഞങ്ങൾക്ക് പെർമിഷൻ തന്നു, സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം അറേഞ്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 5 മാസം മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. 2023 മെയ്യിൽ ഞങ്ങൾ അങ്ങോട്ട് ചിക്കാഗോ സിറ്റിയിൽ ചെന്നിറങ്ങി. ഓഹൈർ എയർപോർട്ടിൽ അവർ ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വന്നു. വളരെ സന്തോഷപ്രദമായ 4-5 ദിവസങ്ങൾ ആദ്യമേ അവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടുന്ന് പോയപ്പോൾ തന്നെ എനിക്ക് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ഈ ഫാമുകളിലൊക്കെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം കിട്ടും എന്ന് ഈ അമേരിക്കയിലെ തന്നെ ഓരോ യൂട്യൂബേഴ്സ് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത് ഞാനിങ്ങനെ യൂട്യൂബിൽ കൂടെ ഒക്കെ സെർച്ച് ചെയ്ത്, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ വെബ്സൈറ്റ് കിട്ടി. എൻ്റെ വെബ്സൈറ്റ് ഇതാണ്: വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഓൺ ഓർഗാനിക് ഫാംസ്. അപ്പോൾ ഞാനിവിടെ കൃഷിയൊക്കെ ആയിട്ട് കുറച്ച് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്, വൈഫിനും ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 2000 ഫാം, വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഓൺ ഓർഗാനിക് ഫാംസ് .USA, WOOF.USA എന്നാണ് അതിൻ്റെ സൈറ്റിൻ്റെ പേര്. കയറി 12,000 ഫാംസ് അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ഏത് ഫാംസിൽ വേണേലും സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ റിക്വയർമെൻറ്റ് നമ്മൾ അങ്ങോട്ട് അറിയിക്കും. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രോഷർ എല്ലാം അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫാമിൻ്റെ ടൈപ്പ്, കിടക്കാനുള്ള സൗകര്യങ്ങൾ എങ്ങനെയാണ്, ഭക്ഷണം എങ്ങനെയാണ്, ജോലി സമയം ഏതാണ്, ഇതെല്ലാം അവർ അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ അവിടെ വന്ന് താമസിച്ച റിവ്യൂ കാണാനുള്ള സൗകര്യം നമുക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയും ചിക്കാഗോയിൽ നിന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരത്ത് വേണമല്ലോ നമുക്ക് ഫാം അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ചിക്കാഗോയിൽ നിന്നുകൊണ്ട് കാലിഫോർണിയയിലെ ഫാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ചിക്കാഗോയിൽ നിന്ന് തന്നെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റിലെ ഒരു ഫാമാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ കെൻറ്റക്കി സ്റ്റേറ്റിലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ചിക്കാഗോയിൽ നിന്ന് കെൻറ്റക്കിയിലേക്ക് എങ്ങനെ പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ കെൻറ്റക്കിയിൽ ഒരു ഹോട്ടൽ 2 ദിവസത്തിന് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചിക്കാഗോയിൽ നിന്ന് കെൻറ്റക്കിക്ക് നല്ല ദൂരമുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഫാമിൽ ചെല്ലാൻ പറ്റാതെ വന്നെങ്കിലോ എന്ന് കരുതിയാണ് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തത്. അത് ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ചിക്കാഗോയിൽ ചെന്നിറങ്ങി. അതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു കസിന്, അമ്മാവൻ്റെ മോന്, അദ്ദേഹം ഡോക്ടറാണ്, ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട് ടെന്നസിയിലേക്ക് വിളിച്ചിരുന്നു. 2 ദിവസം ഫ്രീ ആണ്, വരുവാണെങ്കിൽ ട്രാവൽ ചെയ്യാം, ഒരുമിച്ച് യാത്ര ചെയ്യാം, കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾ ചിക്കാഗോയിൽ നിന്ന് ടെന്നസി ചെന്നു. അദ്ദേഹം എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടെസ്ല കാറിൽ അദ്ദേഹം ഞങ്ങളെ 2 ദിവസം കൊണ്ടുനടന്നു. 6 ഏക്കർ സ്ഥലത്തുള്ള ഒരു വീടാണ് അദ്ദേഹത്തിൻ്റെത്. അങ്ങനത്തെ 32 പ്രോപ്പർട്ടി ആ ഏരിയയിലുണ്ട്. അപ്പോൾ വളരെ സുന്ദരമായ സ്ഥലം, ലോണുകളൊക്കെ പിടിപ്പിച്ച് വളരെ ശാന്തമായ അന്തരീക്ഷം.
അദ്ദേഹത്തിന് അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ താമസിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അദ്ദേഹം അത് ചൂസ് ചെയ്ത്. ഓരോ വീടിനും 5-6 ഏക്കർ സ്ഥലമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കണക്ഷനൊന്നുമില്ല. സ്വത്ത് അയൽവക്കത്തുള്ളവർ പോലും ആരാന്ന് പോലും ഇതുവരെ അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ തന്നതിന് ശേഷം അദ്ദേഹം തന്നെ ഞങ്ങളെ കെൻഡക്കിയിലേക്ക് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി ആക്കി. അതൊരു വലിയ ദൈവാനുഗ്രഹമായിരുന്നു. കെൻഡക്കിയിൽ നിന്ന് അങ്ങനെ കെൻഡക്കിയിൽ എങ്ങനെ എത്തിച്ചേരുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ബസ് യാത്ര ചെയ്യാമായിരിക്കും, പക്ഷേ ഈ അമേരിക്കയിലുള്ളവർക്ക് ബസ് എന്നതാണെന്ന് പോലും അറിയത്തില്ല. അതാണ് അത്രയും ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാവരും കാറിലാണ് യാത്ര ചെയ്യുന്നത്. ബസ് യൂസ് ചെയ്യുന്ന അവിടെ ചെന്നിറങ്ങുന്ന പുതിയതായിട്ട് ചെന്നിറങ്ങുന്നവരും സ്റ്റുഡൻസും ഒക്കെയാണ് കൂടുതലും ബസ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരും അവിടെ കാറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ട്രെയിനും വളരെ കുറവാണ്. അവിടെ സ്ഥിരം താമസിക്കുന്നവരൊക്കെ ട്രെയിനും വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫാമിൽ ഒരു ദിവസം ഞങ്ങൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഫാമിലേക്ക് ഞങ്ങൾ പിക്കപ്പ് ചെയ്യാൻ അവർ ഹോട്ടലിൽ വന്നു. ഞങ്ങൾ ഫാമിൽ ചെന്ന് 1-2 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. 45 ഏക്കർ സ്ഥലത്തുള്ള ഒരു ഫുള്ളി ഓർഗാനിക് ഫാമാണിത്. അങ്ങനെ ഫാമിൽ ഞങ്ങൾ ചെന്നു, ഉച്ചയോട് കൂടി ചെന്നു. ഞങ്ങൾ അന്നേരം തന്നെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ കൃഷിത്തോട്ടങ്ങളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞ് എല്ലാം കാണിച്ചു. അന്ന് തന്നെ ഞങ്ങൾക്ക് ചെറിയ ജോലികളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. നമ്മൾ ഈ ഫാമിൽ വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഓർഗാനിക് ഫാംസ് എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ കൂടെ താമസിക്കുക, അവർ പറയുന്ന ജോലികളൊക്കെ കുറച്ച് ചെയ്യണം, കൃഷി സംബന്ധമായ ജോലികൾ. അപ്പോൾ നമുക്ക് അക്കോമഡേഷനും ഫുഡും ഇതെല്ലാം അവർ ഫ്രീ ആയിട്ട് നമുക്ക് തരും. അപ്പോൾ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയുള്ള അക്കോമഡേഷനാണ് തരുന്നത് ഇതെല്ലാം അവർ അതിൻ്റെ അകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് സ്വീകാര്യമാണെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുത്താൽ മതി, അവർക്ക് നമ്മളെയും സ്വീകാര്യമാകണം. അങ്ങനെ അവിടെ ഫാമിൽ 10 ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. വളരെ രസകരമായിട്ടുള്ള 10 ദിവസങ്ങൾ. എല്ലാ ദിവസവും രാവിലെ കുറച്ച് ജോലികളൊക്കെ ചെയ്യണം. ഞാനിവിടെ കൃഷിപ്പണികളും ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ടും ഒരു ദിവസം ഒരു 10-12 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് ഇതൊന്നും നമുക്കൊരു പുതുമയായിട്ട് തോന്നിയില്ല. പക്ഷെ അവിടെ വരുന്ന 99% ആൾക്കാരും മണ്ണി തൊടാത്ത ആൾക്കാരാണ്. അത് അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് വിത്ത് എന്നതാണ്, കള എന്നതാണ്, ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി എളുപ്പമുണ്ടെന്ന് അവർ പറഞ്ഞു. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാൻ അവർക്ക് ധൈര്യമായിട്ട് ഏൽപ്പിക്കാൻ പറ്റി. ടൂൾസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അവർക്ക് വളരെ ഹാപ്പി ആയിരുന്നു. അവർ ഞങ്ങളെ പണി ഏൽപ്പിച്ച് വെച്ച് അവർ റെസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ അവർ ഉച്ചയോടുകൂടിയൊക്കെ കളത്തിലിറങ്ങുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മോർണിംഗിന് ഞങ്ങൾ ഏൽക്കുമ്പോഴേ ഞങ്ങൾക്ക് എന്തെങ്കിലും പണിയും തരുവാണെങ്കിൽ ഞങ്ങളത് ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തലേദിവസം തന്നെ അവർ ഞങ്ങൾക്ക് പണികളൊക്കെ അലോട്ട് ചെയ്ത് തന്നത് ചെയ്തു. ഉച്ച കഴിഞ്ഞ് 5 മണിക്കൂർ ജോലി ചെയ്താൽ മതി, ഉച്ച കഴിഞ്ഞ് വിശ്രമിക്കാം. അങ്ങനെ ഒരു 10 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു. ചില ഫാമുകളൊക്കെ പല രീതിയിലുള്ള ഫാമുകളാണ്. വളർത്തുമൃഗങ്ങളുള്ള ഫാമുകളുണ്ട്, വലിയ ഹൈടെക് ഓർഗാനിക് ഫാമുകളുണ്ട്, ഇപ്പോഴത്തെ ഹൈടെക് ഫാമുകളുണ്ട്, വലിയ ചോളം ഒക്കെ കൃഷി ചെയ്യുന്ന വലിയ അങ്ങനത്തെ ഫാമുകളുണ്ട്, ഏക്കർ കണക്കിനുള്ള. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും നമ്മുടെ മനസ്സിന് ഇണങ്ങിയതുമായിട്ടുള്ള ഫാം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ചില ഫാമുകളിലൊക്കെ ടെൻ്റ് അടിച്ച് കിടക്കണം. ഇപ്പം നമ്മുടെ മോഹൻലാലിൻ്റെ മോനൊക്കെ കിടക്കുന്ന പോലെ അതുപോലെയൊന്നും കിടക്കാൻ എനിക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും ഈ ഫോറസ്റ്റ് ഏരിയയിൽ ഈ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ഏക്കർ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു 10 ഏക്കറേ കൃഷിയുള്ളൂ. ബാക്കി 5-8 ഏക്കർ വെറുതെ ഓപ്പണായിട്ട് പുല്ല് കട്ട് ചെയ്ത് ഇങ്ങനെ ലോണായിട്ട് കിടക്കുവാണ്. ബാക്കി ഫോറസ്റ്റാണ്. അങ്ങനെയാണ് അവിടെ എല്ലാം. കൃഷിയില്ലാത്ത സ്ഥലങ്ങളെല്ലാം ഫോറസ്റ്റാണ്. നമുക്ക് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റിലെ തടി വെട്ടാനും വിൽക്കാനും ഒക്കെ അനുവാദം തരും. അല്ലെങ്കിൽ അത് ഫോറസ്റ്റ് നമുക്ക് കയറിൻ്റെ അത് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ താമസിച്ചതിൻ്റെ അടുത്ത് ആമീഷ് പീപ്പിൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് കെൻഡക്കിയിൽ. അതൊരു വിചിത്രമായ ഗ്രൂപ്പാണ്. അവർ വാഹനങ്ങളൊന്നും അധികം ഉപയോഗിക്കത്തില്ല. ചരക്ക് വാഹനങ്ങളൊക്കെ അവർക്ക് ചിലപ്പം കാണും, വലിയ കൃഷിക്കാർക്കൊക്കെ. അല്ലാത്തവർക്ക് ചരക്ക് വാഹനങ്ങൾ പോലും ഇല്ല. അവർ കുതിരവണ്ടിയിലാണ് ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്യുന്നത്. പിന്നെ അവരുടെ വീടുകളിലൊക്കെ വൈദ്യുതി ഇല്ല, വീട്ടിലേക്ക് വെള്ളം പൈപ്പ് ലൈനൊന്നുമില്ല. പിന്നെ 5-6 കുതിരയും ലയവും ഒക്കെ കാണും, അപ്പടി വൃത്തികേടായിട്ട് ഇതെല്ലാം കിടക്കും. പിന്നെ പശുക്കളൊക്കെ ഉണ്ട്, പശുവിനെ കറക്കും. അങ്ങനെയുള്ള ചെറിയ ആദായങ്ങളൊക്കെ ചിലർക്കുണ്ട്. ചിലർ വലിയ ഫാമിലീസൊക്കെ ഉണ്ട്, വലിയ തോട്ടങ്ങളൊക്കെ ഉള്ളവരും ഉണ്ട്. നമുക്കറിയാമായിരിക്കുമല്ലോ ഇങ്ങനെ ബെൽറ്റൊക്കെ കെട്ടിയുള്ള ഒരു ഗ്രൂപ്പ്, തല തൊപ്പിയൊക്കെ വെച്ച്, അതാണ് ആമീഷ് പീപ്പിൾ എന്ന് പറയുന്നത്. അവർ കൂടുതലും ബാങ്കുമായിട്ടൊന്നും റിലേറ്റഡ് അല്ല, അവർ മടിയിൽ പൈസ വെച്ചുകൊണ്ടുള്ള ബിസിനസ്സൊക്കെയാണ്. അവരുടെ 1-2 കൃഷി ഫാമിൽ മാർക്കറ്റിലൊക്കെ ഞങ്ങൾ പോയി, ലേലം വിളിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ടു. ഷാപ്പ് ചെയ്യുന്ന ഇറച്ചി വിൽക്കുന്ന സ്ഥലത്ത് പോയി, സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടുത്തെ പ്രൊഡക്റ്റുകളൊക്കെ വെറൈറ്റിയാണ്. നമ്മുടെ എല്ലാ വാൾമാർട്ട് പോലെയുള്ള സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന ഐറ്റംസ് അല്ല, അവരുടേതായ കുറച്ച് പ്രൊഡക്റ്റുകളും ഒക്കെയാണ് അവർ കൂടുതൽ വിൽക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിൽ പോയി അവർ ഞങ്ങളെ ചില ദിവസങ്ങളൊക്കെ ഔട്ടിങ്ങിന് കൊണ്ടുപോകും. പോകുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ഞങ്ങളോട് പറയും ഇന്ന ദിവസം കൊണ്ടുപോകും എന്നൊക്കെ, ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകും എന്നൊക്കെ. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കും, ഞങ്ങളെ കൊണ്ടുപോകും. അടുക്കളയിലൊക്കെ കയറി എന്ത് വേണേലും കയറി ഭക്ഷിക്കാം. പക്ഷേ രാവിലെ അവരെ കേൾക്കുന്നത് ഒരു 11:30-ക്കാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ അത്യാവശ്യം ബ്രൂ കോഫിയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ മുട്ട ഓംലെറ്റൊക്കെ കഴിക്കും. എന്നാണോ അവിടെ ഉള്ളത് അത് കഴിക്കും. പാകം ചെയ്യാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ട്, അത് കൈകാര്യം ചെയ്യും. അങ്ങനെ
ഭക്ഷണം, ഉച്ചക്കത്തെ ഭക്ഷണം അതുപോലെ തന്നെ എന്താണെങ്കിലും എടുത്ത് കഴിച്ച് ഉണ്ടാക്കി തിന്നണം. എല്ലാം റെഡിമെയ്ഡ് ആണ്. 5-8 ഫ്രീസറിൻ്റെ അകത്ത് ഇങ്ങനെ നിറച്ച് സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്, എന്താ വേണേലും എടുത്ത് കഴിക്കാം. അതുപോലെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ഉണ്ട്, അവിടെയും ഉണ്ട്. ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ ഐസ് സ്റ്റിക്കൊക്കെ ഇങ്ങനെ മേടിച്ച് വെച്ചിരിക്കുകയാണ് ബൾക്കായിട്ട്. അതൊക്കെ എടുത്ത് വല്ലപ്പോഴൊക്കെ കഴിക്കാനൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഒരു 10 ദിവസം അവിടെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. അവർക്ക് അഞ്ചിട്ട് പൂച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ അവിടുത്തെ ഒരു പ്രത്യേകത, നമ്മളവിടെ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ നമ്മളോട് പറയും, ഈ വീട്ടിൽ ഞങ്ങൾക്കൊരു പട്ടിയുണ്ട്, 2 പൂച്ചയുണ്ട്, അല്ലെങ്കിൽ 5 പൂച്ചയുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അത് അവിടുത്തെ ഒരു കഷ്ടമാണ്. അത് അവർ നമ്മളോട് മുൻകൂർ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ പട്ടിയുടെ അലർജിയാണ്, പൂച്ച അലർജിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടായിരിക്കും അവർ മുൻകൂട്ടി നമ്മളെ അറിയിക്കുന്നത്. അങ്ങനെ ഒരു 10 ദിവസം ഞങ്ങൾ ആ ഫാമിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഷിക്കാഗോ സിറ്റിയിലേക്ക് വരികയാണ്. ബസ്സാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതൊരു വളരെ അപകടം പിടിച്ച യാത്ര തന്നെയായിരുന്നു. ഞങ്ങൾ ഫാമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വലിയ മഴ, കൃത്യസമയത്ത് ബസ് വന്നില്ല. കെൻഡക്കി സിറ്റിയിൽ ഞങ്ങളൊരു 3 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് ബസ് വന്നത്. ബസ് കയറ്റി ഞങ്ങളെ വിട്ടിട്ടാണ് അവർ തിരിച്ച് ഫാമിലേക്ക് പോയത്. അവർക്കും ഒരുപാട് രാത്രിയായിട്ടാണ് അവരും വീട്ടിൽ ചെന്നത്. പിന്നീട് ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു കണക്റ്റഡ് ബസ് ഉണ്ടായിരുന്നു ഒഹായോ ബസ് സ്റ്റേഷനിൽ നിന്ന്. അത് ഞങ്ങൾക്ക് വിട്ടുപോയി. അതിന് അവിടെ ഒരു വലിയ ഗ്യാപ്പ് ഞങ്ങൾക്കുണ്ടായി, യാത്രാ ഗ്യാപ്പ്. അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത ദിവസം ഞാൻ പറയാം. അപ്പോൾ പല തടസ്സങ്ങളും തന്നെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകും. അത് നമ്മൾ തരണം ചെയ്യാൻ സന്നദ്ധരാണെങ്കിൽ നമ്മൾ തന്നെ യാത്ര ചെയ്യാവുള്ളൂ. അത് എല്ലാവരും മനസ്സിലാക്കുക. പ്രതിസന്ധികൾ പലതുണ്ടാകും, പക്ഷേ അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഓരോ തന്നെ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങൾ, തടസ്സങ്ങൾ ഓവർകം ചെയ്യാനും ഇതെല്ലാം കഴിയുമ്പോൾ. അങ്ങനെ ഒരു നല്ലൊരു യാത്രാനുഭവം കെൻഡക്കി ഫാമിൽ ഞങ്ങൾക്ക് ഉണ്ടായി. 10 ദിവസം ചെലവഴിക്കാൻ പറ്റി. യാതൊരു മുടക്കവും ഇല്ലാതെ. ആകെ 5000 രൂപയുടെ ഒരു മെമ്പർഷിപ്പ് ഫീസ് എടുക്കണം. അപ്പോൾ ഞാനിവിടുന്ന് പോയപ്പോൾ ഒരു ലെറ്ററൊക്കെ ഞാൻ സർവീസ് ചെയ്യുന്ന കിസാൻ സർവീസ് സൊസൈറ്റിന്ന് ഒരു ആപ്ലിക്കേഷനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവർ ഞങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തന്നത്. അപ്പോൾ അവർ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്ത് ഒരു എക്സ്പെർട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ ഒരു വർത്താണ് അമേരിക്കയിൽ നിന്ന് കിട്ടിയൊരു സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ ചെയർമാനും സംസ്ഥാന പ്രസിഡന്റും നാഷണൽ കോൺഫറൻസിൽ ഞങ്ങൾക്കൊരു മൊമെന്റോ വിതരണം നൽകി. ഒരു പ്രത്യേക ആദരവ് ഞങ്ങൾക്ക് നൽകി. അവിടെ പോയതിൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ ഈ മൊമെന്റോയും ഈ സർട്ടിഫിക്കറ്റും ഒക്കെ ഞാനിപ്പോഴും ഇവിടെ ഓഫീസിൽ റാക്കിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു യാത്രാനുഭവമായിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതാണ്. അമേരിക്കയിലെ യാത്രാനുഭവങ്ങളുണ്ട്, ഇസ്രായേലിലെ യാത്രാനുഭവങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങളോട് ഓരോ സന്ദർഭങ്ങളിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക. താങ്ക് യു.